മുമ്പ് ട്രൈ ചെയ്തതുപോലെ തന്നെയാണ് ഫോറക്സ് കാർഡ് ഉപയോഗിച്ചിട്ടും പേയ്മെന്റ് നടത്തുക. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേയ്മെന്റ് ലിങ്കിലേക്കായിരിക്കും അത് പോവുക. അവിടെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറക്സ് കാർഡിൽ ആ ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് കാർഡ് ഉണ്ടാവും. ഇതാണ് കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, കാർഡിൻ്റെ പേര് മൾട്ടി കറൻസി, പിന്നെ ബാക്ക് സൈഡിൽ കാണുന്ന CVV നമ്പർ, പിന്നെ അതിനകത്തുള്ള കോൺഫിഡൻഷ്യൽ പേപ്പറിനകത്തായിരിക്കും ATM പിൻ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ATM പിന്ന് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും എൻ്റർ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യണം. കാരണം 3 പ്രാവശ്യത്തിൽ കൂടുതൽ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആവും. പിന്നീട് നമുക്ക് ആ കാർഡ് ഉപയോഗിച്ചിട്ട് ഉടനെ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാർഡിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം ഇവിടെ കാർഡ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാർഡ് നമ്പർ നോക്കി തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. എക്സ്പയറി ഡേറ്റ് കാർഡിന്റെ നോക്കിയിട്ട് എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നുള്ളത്, മന്തും ഇയറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റും കൂടി ടൈപ്പ് ചെയ്യുക. CVV നമ്പർ, കാർഡിന്റെ ബാക്ക് സൈഡിലുള്ള CVV നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പേര് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് കാർഡിലുള്ള പേര് ഡിലീറ്റ് ചെയ്യുക. മൾട്ടി കറൻസി എന്നാണ് കാർഡിലുള്ളത്, ആ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇതിനകത്ത് കറൻസി ഓൾറെഡി സിംഗപ്പൂർ ഡോളർ ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ INR അല്ല സെലക്ട് ചെയ്യേണ്ടത്, SGD സെലക്ട് ചെയ്യുക. അപ്പോൾ 1625 സിംഗപ്പൂർ ഡോളർ ഇവിടെ വന്നു കഴിഞ്ഞു. ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ നെയിം, പോസ്റ്റ്, ഡിസ്ട്രിക്ട് കൊടുക്കാം, പിൻകോഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ അഡ്രസ് ഭാഗത്ത് ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇമെയിൽ ID വന്ന് കിടപ്പുണ്ടാവും, അത് മാറ്റുക. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. കാരണം ഇതിലേക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റെസിപ്റ്റ് വരേണ്ടത്. അപ്പോൾ കറക്റ്റ് ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ വൺ ടൈം പേയ്മെന്റ് ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്ന ഈ ചെക്ക് ബോക്സും കൂടി ടിക്ക് ചെയ്യുക. പേ ഇൻ SGD ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ കൺഫർമേഷൻ പിന്നെ പാസ്വേഡ് ഇവിടെ ചോദിക്കും. ഈ പാസ്വേഡ് നമ്മൾ ATM പിൻ എന്ന് പറയുന്ന ഈ പാസ്വേഡ് ആണ് എടുക്കേണ്ടത്. ഈ വെബ് പിൻ അല്ല, മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ 4 ഡിജിറ്റ് പാസ്വേഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും.